ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ശിവുവിനെ കൃഷ്ണനാക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര ഉണ്ടായിരുന്നത് 3 മണിക്ക് അമ്പലത്തിൽ എത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2:30 ഒരുക്കൊക്കെ തുടങ്ങി. രാവിലെ അവനെ കിടത്തി ഉറക്കിയായിരുന്നു. ചെറിയൊരു പനിയുണ്ട്, അപ്പോൾ അത് കാരണം ആൾ അത്രയും കൂടെ ആക്റ്റീവ് അല്ല. കെട്ടണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ ആൾക്കൊരേ നിർബന്ധം കൃഷ്ണൻ്റെ വേഷം കെട്ടണം എന്നുള്ളത്. കാരണം നമ്മൾ കുറേ ദിവസമായി ഇതിൻ്റെ ഒരുക്കങ്ങൾ വേറൊന്നുമല്ല, മുണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പൂവാണെങ്കിലും അല്ലെങ്കിൽ മീൻസ് അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണമൊക്കെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടി ആൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് വിചാരിച്ചു ശരി എന്തായാലും അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുന്നതാണ്. ഈ വേഷം കിട്ടുന്ന ദിവസം അത്ര പനി എന്ന് പറയാനില്ല, ചെറുതായിട്ടൊരു ചൂടുണ്ടായിരുന്നു. മരുന്ന് കൊടുത്തു രാവിലെ. അപ്പോൾ ആ മരുന്ന് കൊടുത്തതിൻ്റെ ഉത്സാഹത്തിലാണ് ഈ പോണത് കേട്ടോ. കണ്ടോ, ഈ ടൈമിലൊക്കെ ആൾ ഓക്കെ ആയിട്ടുണ്ട്. എന്നാലും ആൾ കുറച്ച് ക്ഷീണത്തിലാണ്, അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ഒന്നുമല്ല. അപ്പം നമ്മൾ താഴത്ത് മുണ്ട് തന്നെയാണ് ഉടുത്തിരിക്കുന്നത്. കുഞ്ഞ് മേലിലിടുന്ന മുണ്ടുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അവന് പാൻ്റായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലിങ്ങനെ കെട്ടണത് അമ്മ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഷോൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ബ്രൊക്കേഡ് ടൈപ്പ്, അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണത്. പിന്നെ അരപ്പട്ടയായിട്ട് കെട്ടുന്നത് എൻ്റെ ഒരു ഷോളിൻ്റെ ലേസാണ് കേട്ടോ, അതാണ് അരപ്പട്ടയായിട്ടുള്ളത്. കഴുത്തിലിടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ, അത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുള്ളത് തന്നെയാണ്. അത് നമ്മൾ സ്ഥിരമായിട്ട് എടുത്ത് വയ്ക്കുന്നതാണ്, കയ്യിലും കഴുത്തിലൊക്കെ ഇടാനുള്ളത്. മാലകളൊക്കെ നമ്മുടെ തട്ടിക്കൂട്ട് മാലകളാണ് കേട്ടോ, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മാലകളാണ്. മുത്തുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ ലാസ്റ്റ് മാല വന്നിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ബാക്കിയൊക്കെ നമ്മൾ കോർത്തിട്ടുള്ള മാലകളാണ്. പിന്നെ മേക്കപ്പ് ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കിങ്ങനെ ഈ ഓവറായിട്ട് ഈ പിരികത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുത്തൊക്കെ ഇട്ടിട്ട് അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, ഓവറാക്കാൻ വലിയ താല്പര്യമില്ല. കൃഷ്ണനാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ചിലർ ചെയ്യണം കാണുമ്പോഴേ ഫുള്ളായിട്ട് പൊട്ടും ഉണ്ടാവും, ഇങ്ങനെ പിരികത്തിൻ്റെ മുകളിൽ കൂടിയും കണ്ണിൻ്റെ സൈഡിലും ഒക്കെ ആവുമ്പോൾ എന്തോ ഒരു അപാകത മാതിരി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പൊട്ട് വെച്ചു, ഇങ്ങനെ കണ്ണിൻ്റെ 2 സൈഡിൽ വാലിട്ടു, അവിടെ 2 ഇങ്ങനെ കുത്തും ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ താടിയുടെ അവിടെ ഇട്ടു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ കമ്മൽ, അവനെ ഒരു കാത് കമ്മൽ കുത്തിയിട്ടുണ്ടല്ലോ നമ്മൾ, മറ്റേ കാതിൽ ഒരു പൊട്ട് വെച്ചു, അത്ര തന്നെ. ഇനി അടുത്ത പ്രാവശ്യം കമ്മൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണത് വാങ്ങണം, അതിൻ്റെ ഒരു അപാകത എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ബാക്കിയൊക്കെ എനിക്ക് ഓക്കെയാണ്. പിന്നെ നമ്മൾ ഓടക്കുഴലൊക്കെ വാങ്ങിയത് കേട്ടോ. ഓടക്കുഴൽ വാങ്ങിയത് ഇങ്ങനെയല്ല, അത് ഒന്ന് മോഡിഫൈ ചെയ്തതാണ് നമ്മൾ. എൻ്റെ ഒരു ബ്ലൗസിൻ്റെ കുഞ്ചലം മാതിരി ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് അഴിച്ചെടുത്തിട്ട് അതിലിങ്ങനെ തൂക്കി കൊടുത്തതാണ്. വാങ്ങിയ ഓടക്കുഴൽ ഭയങ്കര ശോകമായിരുന്നു. ഒരുപാട് പേരുടെ കയ്യിൽ ഓടക്കുഴൽ കണ്ടു കേട്ടോ, അതേ സെയിം. പക്ഷേ ഒരു വൃത്തിയും പനി ഉണ്ടായിരുന്നില്ല പറഞ്ഞ മാതിരി. ഇപ്പോഴും അത്ര വലിയ വൃത്തിയും പനിയൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾ കിട്ടിയത് വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒന്ന് ആക്കിയെന്ന് മാത്രം. അവസാന നിമിഷത്തിലാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. പിന്നെ മാല, വലിയ പൂമാല വന്നിട്ട് കൃഷ്ണനെ ഗുരുവായൂരിൽ വാങ്ങിയതാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് തോന്നി, ഇതിലിങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല രസം തോന്നി കേട്ടോ. അതാണ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ, ഇത്രേ ഉള്ളൂ. മയിൽപ്പീലി തലയിൽ കെട്ടിയിരിക്കുന്നതും അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ, അങ്ങനെ പിന്നി ഉണ്ടാക്കിയത് ഒരു ഷോള് കൊണ്ട്. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് കൃഷ്ണനാണെങ്കിലും സൂപ്പർ കൃഷ്ണനാണ് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോയി. അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങൾ വിചാരിച്ചു ലേറ്റ് ആയി എന്ന് വിചാരിച്ചിട്ടാണ് വേഗം പോയത്. നോക്കുമ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയിട്ട് കാലിലിങ്ങനെ ആൾത്ത ഇടുകയാണ് കേട്ടോ. ആ സംഭവം ഒന്നും ഇട്ട് കൊടുക്കാറില്ല, അവിടെ അങ്ങനെ അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു, അത്ര തന്നെ. പക്ഷെ ആൾ ആലത്തൊക്കെ ഇട്ടിട്ട് പിന്നെ ഷൂട്ട് ഇട്ടാട്ടോ നടന്നത്, അത് കാരണം ആ സംഭവം കണ്ടൊന്നുമില്ല. അങ്ങനെ കണ്ടോ, ഇപ്പോൾ ഉഷാറ് അത്ര അങ്ങോട്ട് ഇല്ല. ഗോപികമാരുടെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ സാധാരണ ആള് എന്താ പറയുക ആറാടുകയാണ് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവാറ്. പക്ഷെ ഇന്ന് കുറച്ചങ്ങോട്ട് ശോകമാണ്, മൊത്തത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ത്രൂ ഔട്ട് റേഡിയോ പോലെ പറഞ്ഞിരിക്കുന്നില്ല, ബാക്കി നിങ്ങൾ വീഡിയോ കാണൂ. ഇത് കഴിഞ്ഞു, നീ അതിലേക്ക് നോക്കിക്കോ. മുക്കാട്ടുകര മഴയന്നൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് പൂത്രക്കോവ് പാറയ്ക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ശോഭായാത്ര നടക്കുന്നത്. രണ്ടമ്പലം തമ്മിൽ അത്ര ഡിസ്റ്റൻസ് ഇല്ല, നമുക്ക് ഇങ്ങനെ ചുറ്റിയിട്ടാണ് മറ്റേ അമ്പലത്തേക്ക് പോകുന്നത്, അതുകൊണ്ട് കുറച്ച് ടൈം കിട്ടുന്നു മാത്രം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എനിക്ക് ഫുള്ളായിട്ട് ഇടാൻ പറ്റില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഇതിപ്പോൾ 2 വട്ടം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ടാണ് 3ാമത് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഡാൻസും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഫുള്ളുണ്ടെങ്കിൽ കൂടെ ചിലപ്പോൾ വോയിസ് അല്ലെങ്കിൽ മ്യൂസിക് വേറെ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ.
ധർമ്മത്തിനായി നാടൊന്നാകെ അണിഞ്ഞെടുത്ത് गोविंद गोविंद गोपाल राधा रमण 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 गोविंद राधा रमण गोविंद राधा रमण गोविंद राधा रमण गोविंद राधा रमण गोपाल गोपाल राधा रमण गोपाल राधा रमण गोपाल राधा रमण राधा रमण राधा रमण गोविंद 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 राधा रमण गोविंद माधव
ഇതാരുണ്ണിന്റെ മോന് ശരിക്കും കളിക്കിട്ട് അവരുടെ കൂടെ തകർത്ത് കളിച്ചോളൂ, അടിച്ചു പൊളിച്ചോളോ. അവരവിടെ ശിവ ഇവിടെ നിന്ന് കളിച്ചാൽ മതി, ഇവിടെ നിന്ന് കളിച്ചാൽ മതി. ചേഞ്ച് ആയിട്ട് സർവാദേ നമഃ. ഓം അച്യുതായ നമഃ. ഓം സാധവയേ നമഃ. ഓം അമൂലാത്മനേ നമഃ. ഓം സർവയോഗവിശുദ്ധായ നമഃ. ഓം വസവേ നമഃ. ഓം വസുമനസേ നമഃ. ഓം സത്യായ നമഃ. ഓം സമാത്മനേ നമഃ. ഓം സംവിധായ നമഃ. ഓം സമായ നമഃ. ഓം അമോഘായ നമഃ. ഓം പുണ്ഡരീകാക്ഷായ നമഃ. ഓം സകർമ്മണേ നമഃ. ഓം സാധവേ നമഃ. ഓം രുദ്രായ നമഃ. ഓം ഭൂശിരസേ നമഃ. ഓം പ്രഭുവേ നമഃ. ഓം കൃഷ്ണയോനേ നമഃ. ഓം ശ്രീകൃഷ്ണവസേ നമഃ. ഓം അമൃതായ നമഃ. ഓം ശാശ്വതസ്ഥാനവേ നമഃ. ഓം വരാരോഹായ നമഃ. ഓം മഹാനവസേ നമഃ. ഓം സർവജായ നമഃ. ഓം സർവധാനവേ നമഃ. ഓം വിചക്ഷേനായ നമഃ. ഓം ജനാർദ്ദനായ നമഃ. ഓം വീരായ നമഃ. ഓം വീരവേ നമഃ. ഓം പര്യങ്കായ നമഃ. ഓം വേദാന്തായ നമഃ. ഓം വേദവിദേ നമഃ. ഓം അവന്യേ നമഃ. ഓം ലോകാധ്യക്ഷായ നമഃ. ഓം സുരാധ്യക്ഷായ നമഃ. ഓം ധർമാധ്യക്ഷായ നമഃ. ഓം സദാകൃതായ നമഃ. ഓം ചതുരാത്മനേ നമഃ. ഓം ചതുർഭൂഹായ നമഃ. ഓം ചതുർഭ്രംസായ നമഃ. ഓം ചതുർഭുജായ നമഃ. ഓം പ്രാജിഷ്ണവേ നമഃ.
മണ്ടക്കടിക്കോ? മണ്ടക്കടിക്കട്ടെ. തല 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 മതി മതി. അന്നേട്ട്
പിന്നെ വിളിക്കോ ചിരിക്ക് ചിരിക്ക് ശിവു സൈഡിൽ നിന്ന് വിളിക്കില്ല ബാക്കിൽ നിന്ന് വിളിക്കോ ഇങ്ങോട്ട് നോക്കണല്ല ഇങ്ങോട്ട് അതിനുശേഷം ശിവു അവിടെയൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇട്ട ഡ്രസ്സ് കൊണ്ട്. പിന്നീടാണ് വീട്ടിലോട്ട് പോരുന്നത്. അപ്പോൾ ഷൂ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ കൃഷ്ണൻ ന്യൂജൻ കൃഷ്ണനായിരുന്നു കേട്ടോ. റോട്ടിൽ കൂടെ നടക്കണ്ടേ, അപ്പോൾ കല്ലും മുള്ളൊന്നും കൊള്ളണ്ട വെച്ചിട്ട് ന്യൂജൻ കൃഷ്ണനായിട്ട് വിട്ടുണ്ടായിരുന്നത്. എല്ലാ കുട്ടികളും അങ്ങനെയൊന്നും അല്ലാട്ടുണ്ടായിരുന്നേ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇവനെ ചെരുപ്പിടാതെ തന്നെ നടത്തിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്രാവശ്യം ഷൂ ഇടിച്ചു, അല്ലെങ്കിൽ തന്നെ പനീനി അതിൻ്റെ കൂടെ വേറൊന്നും കൊണ്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വൈകുന്നേരം അമ്പലത്തിൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഡാൻസൊക്കെ. ഞാനും ശിവും കൂടെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ തിരിച്ച് വന്നത്. 7 മണിയൊക്കെ ആയി തുടങ്ങുമ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പകുതി എത്തുമ്പോൾ തിരിച്ചു പോന്നു കേട്ടോ. ശിവുവിന് ഉറക്കം വന്നിട്ട് അവനും ബോറടിക്കുക എന്ന് പറഞ്ഞിട്ട്. പിന്നെ മാത്രമല്ല പനിയുടെ ആ ഒരു വയ്യായ്മ അത്. അപ്പോൾ കുറച്ച് നേരം കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. നമുക്ക് എന്തെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ എല്ലാവർക്കും ടാറ്റാ.